നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ താലൂക്ക് സാമൂഹ്യക്ഷേമ സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസ് മന്ദിരം 30-ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത രീതിയിൽ ഭൂനിയമ ഭേദഗതിക്ക് അടിയന്തരമായി ചട്ടങ്ങൾ ഉണ്ടാകണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് എം ഇടുക്കി നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ നടന്നു. വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവർത്തക കൺവെൻഷൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരള രാഷ്ട്രീയത്തിലെ അതികായകൻ PJ ജോസഫ് MLA 84-ന്റെ ചെറുപ്പത്തിൽ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളാണ് പിറന്നാൾ ആശംസയുമായി പുറപ്പുഴയിലെ ഭവനത്തിൽ എത്തിയത്. കേരള കോൺഗ്രസ് പാർട്ടികളുടെ ലയനം നിലവിൽ അജണ്ടയിൽ ഇല്ലെന്ന് മോൻസ് ജോസഫ്. വാർത്തകൾ വിശദമായി. തൊടുപുഴ താലൂക്ക് സാമൂഹ്യക്ഷേമ സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസ് മന്ദിരം 30-ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. PJ ജോസഫ് MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് എതിർവശമുള്ള പാഞ്ചജന്യം കോംപ്ലക്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഓഫീസ് ആരംഭിക്കുന്നത്. തൊടുപുഴ താലൂക്ക് റീജിയണൽ സാമൂഹ്യക്ഷേമ സഹകരണ സംഘം വിജയകരമായ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് കഴിഞ്ഞ 3 വർഷമായി തുടർച്ചയായി ലാഭത്തിലാണ് സംഘം പ്രവർത്തിച്ചു വരുന്നത്. തൊടുപുഴ താലൂക്ക് റീജിയണൽ സാമൂഹ്യക്ഷേമ സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 10-ന് നടക്കുമെന്ന് സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. പ്രവീൺ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാന്യനായ കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവർ നിർവഹിക്കുന്നു. പുതിയ മന്ദിരം നമ്മുടെ തൊടുപുഴ ടെമ്പിൾ ബൈപ്പാസ് റോഡില് മലബാർ ഗോൾഡിനോട് ചേർന്നിട്ടുള്ള പാഞ്ചജന്യം കോംപ്ലക്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ആ ഉദ്ഘാടന സമ്മേളനം ബഹുമാന്യനായ തൊടുപുഴ MLA ശ്രീ PJ ജോസഫ് അവர்களാണ് അധ്യക്ഷത വഹിക്കുക. മറ്റ് വിശിഷ്ട വ്യക്തികൾ സാന്നിധ്യം ഉണ്ടാവുന്നുണ്ട്. ഇതിന്റെ വിശദമായ നോട്ടീസും പ്രസ് റിലീസും നൽകിയിട്ടുണ്ട്. 10 വർഷമായി പ്രവർത്തിക്കുന്ന സംഘം വിജയകരമായി പ്രവർത്തനം നടന്നു പോവുകയാണ്. ഇപ്പോൾ 350 സ്ക്വയർ ഫീറ്റുള്ള ഒരു ചെറിയ ഓഫീസ് 1ാം നിലയിലാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 4 വരി പാത തുടങ്ങുന്നിടത്ത് നന്ദിലത്തെ ജിമാർട്ട് ഓപ്പോസിറ്റാണ് നിലവിലുള്ള ഓഫീസ്. അത് 1000 സ്ക്വയർ ഫീറ്റിലേക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഓഫീസിലേക്ക് മാറുകയാണ്. തൊടുപുഴ അമ്പലം ബൈപ്പാസ് റോഡിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് എതിർവശമുള്ള പാഞ്ചജന്യം കോംപ്ലക്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. PJ ജോസഫ് MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. SNDP യോഗം തൊടുപുഴ യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ മുഖ്യ പ്രഭാഷണം നടത്തും. തൊടുപുഴ നഗരസഭാ ചെയർമാൻ K. ദീപക് സഹകരണ സന്ദേശം നൽകും. സഹകരണ സംഘം ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ റെയ്നു തോമസ് ആദ്യ നിക്ഷേപം ജോസ് കളരിക്കലിൽ നിന്ന് ഏറ്റുവാങ്ങും. ആദ്യ വായ്പാ വിതരണം സഹകരണ സംഘം തൊടുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ VN ഗീത നിർവഹിക്കും. തൊടുപുഴ സഹകരണ ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ PR ശാലിനി, വാർഡ് കൗൺസിലർ ജയലക്ഷ്മി ഗോപൻ എന്നിവർ റിസ്ക് ഫണ്ട് വിതരണം നിർവഹിക്കും. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർപേഴ്സൺ ഇന്ദു സുധാകരൻ MMBS സ്കീമിന്റെയും തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ റെക്കറിംഗ് നിക്ഷേപത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. ചെറായിക്കൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മേൽശാന്തി വൈക്കം പെണ്ണിശാന്തി സ്വർണ്ണപ്പണയ വായ്പാ വിതരണവും ഭരണസമിതി അംഗവും കേരള കൗമുദി കോട്ടയം യൂണിറ്റ് ചീഫുമായ R. ബാബുരാജ് പുതിയ സോഫ്റ്റ്വെയറിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. പ്രവീൺ, സെക്രട്ടറി അജിത് റെജി, സംഘം ഭരണസമിതി അംഗങ്ങളായ സ്മിത ഉല്ലാസ്, ജോയി KS, സുരേന്ദ്രൻ NS, ദാമോദരൻ OU എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത തരത്തിൽ
ഭൂനിയമ ഭേദഗതിക്ക് അടിയന്തരമായി ചട്ടങ്ങൾ ഉണ്ടാകണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അനുകൂലമായ പ്രതികരണം ഉണ്ടാകാത്ത പക്ഷം ജില്ലയിലെ സാമുദായിക സംഘടനകളെയും കർഷക സംഘടനകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമര പരിപാടികൾക്ക് രൂപം കൊടുക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ഭൂപതിവ് നിയമം 1960 നിലവിൽ വന്ന ശേഷം 2016 വരെ 56 വർഷക്കാലം പതിച്ചു കിട്ടിയ ഭൂമി യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ വ്യക്തിപരവും സാമൂഹികവുമായ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു വന്നിരുന്നതാണ്. കർഷക സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ കോടതികളോ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കഴിഞ്ഞ 60 വർഷക്കാലമായി ജനങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഭൂനിയമ ഭേദഗതി എന്ന വാദഗതിയുമായി 2023 സർക്കാർ 1960 നിയമം ഭേദഗതി ചെയ്തത്. നിയമ ഭേദഗതിയിൽ ഗവർണർ ഒപ്പിട്ടിട്ട് 1 വർഷമായി. ചട്ടങ്ങൾ ഇറങ്ങുമെന്ന് റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞ തീയതികൾ പലത് കഴിഞ്ഞു. സർക്കാർ ഖജനാവ് നിറയ്ക്കുന്നതിന് മുഴുവൻ ജനങ്ങളെയും ചൂഷണം ചെയ്യാനാണ് പുതിയ ചട്ടങ്ങളുമായി വരുന്നത് എന്ന് ഏതൊരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയും. ഭൂവിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിൽ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത പക്ഷം 2023 ഭൂനിയമ ഭേദഗതി പിൻവലിച്ച് പ്രശ്നം പരിഹരിക്കണം. അല്ലാത്ത പക്ഷം ജില്ലയിലെ സാമുദായിക സംഘടനകളെയും കർഷക സംഘടനകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികൾക്ക് രൂപം കൊടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നതായും അവർ പറഞ്ഞു. നമ്മൾ പഞ്ചായത്തിൽ നിന്നും പെർമിറ്റ് എടുത്ത് അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ്ങിൽ നിന്നും പെർമിറ്റ് എടുത്ത് കഴിഞ്ഞ 60 വർഷമായി ജീവിച്ചു വരുന്ന പ്രദേശം, വീടായാലും മറ്റ് കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആയാലും ഈ നിർമ്മിതികളെല്ലാം ഇപ്പോൾ അനധികൃതമാണെന്ന് ഗവൺമെന്റ് നിയമം ഭേദഗതി ചെയ്തപ്പോൾ ക്ലിയറായി. ഇങ്ങനെ അനധികൃതമെന്ന് പറയാൻ സത്യത്തിൽ ഒരു അർഹതയും ഒരു ഗവൺമെന്റിനുമില്ല. വർഷങ്ങളായി നികുതി അടച്ച് മുന്നോട്ട് പോകുന്ന നിർമ്മിതികളാണ് ഇതെല്ലാം. ഇപ്പൊ ഒറ്റയടിക്ക് ഇതെല്ലാം അനധികൃതമാണ്, ഇനി ഇതെല്ലാം ക്രമവൽക്കരിച്ചു കൊടുക്കും എന്നുള്ള തീരുമാനമാണ് ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത്. എന്തായാലും അതിനെ നമ്മൾ സ്വാഗതം ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോ ഈ ക്രമവൽക്കരണത്തിന്റെ ഒരു കരട് അവർ തയ്യാറാക്കി, അത് പത്രത്തിലൊക്കെ വന്നിരുന്നു. ആ കരട് പറയുന്നത് 1500 സ്ക്വയർ ഫീറ്റ് വരെ ഒരു അപേക്ഷ മാത്രം വാങ്ങിച്ച് ക്രമവൽക്കരിക്കും. അതിന് മുകളിലേക്ക് ഓരോ സ്ലാബുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് വീടുകൾക്ക് കൂടി ബാധകമാക്കാൻ സാധ്യതയുള്ള വിധത്തിലാണ് ഇപ്പോ ഈ ചട്ടത്തിന്റെ ഒരു കരട് വന്നിട്ടുള്ളത്. വീടുകൾ ശരിക്കും അനധികൃത നിർമ്മിതി അല്ലല്ലോ. അതായത് ഭൂമിക്കും കൃഷിക്കും വേണ്ടിയാണ് 64 ചട്ടം പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഒരു കാരണവശാലും വീടുകളെ ഇതിൽ പെടുത്താൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അടിയന്തരമായി ആവശ്യപ്പെടുന്നത് ജില്ലയിലെ ഭൂവിഷയങ്ങൾ പൂർണ്ണമായും പരിഹരിച്ച് ഗവൺമെന്റിന് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിൽ ഇത് റെഗുലറൈസ് ചെയ്ത് കൊടുക്കണമെന്നാണ്. റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുത്താൽ, ഇതിപ്പോ ഇടുക്കി ജില്ലയിലെ മാത്രമല്ലല്ലോ, 60 നിയമം അനുസരിച്ച് 64 ചട്ടം അനുസരിച്ച് കൊടുത്തിട്ടുള്ള മുഴുവൻ നിർമ്മിതികളെയും ഇത് ബാധിക്കുകയാണ്. അപ്പൊ അത് ആലപ്പുഴ ഒഴികെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ഭൂമി വരും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് വളരെ ഉദാരമായ വ്യവസ്ഥകളോടെ ഈ ഭൂമികളെല്ലാം നിർമ്മിതികളെല്ലാം റെഗുലറൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങണം എന്നാണ് നമുക്ക് ആവശ്യം. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ, ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ, വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് PM ബേബി, സംഘടന തൊടുപുഴ മേഖലാ പ്രസിഡന്റ് TC രാജു തരണിയിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള കോൺഗ്രസ് എം ഇടുക്കി നിയോജകമണ്ഡലം പ്രവർത്തക കൺവെൻഷൻ നടന്നു. വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവർത്തക കൺവെൻഷൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ മുഖ്യപ്രഭാഷണം നടത്തി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കേരള കോൺഗ്രസ് എം ഇടുക്കി നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ നടന്നത്. വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവർത്തക കൺവെൻഷനിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി കാഞ്ഞമല അധ്യക്ഷത വഹിച്ച യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ UDFന് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയില്ല എന്ന ബോധ്യപ്പെടലാണ് LDFിലെ ഘടകകക്ഷികളെ UDFിലേക്ക് ക്ഷണിക്കുന്നത് എന്ന് റോഷി അഗസ്റ്റിൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇപ്പോഴും UDFന് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയില്ല എന്ന ബോധ്യം കൃത്യതയോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെടുത്താൽ 965 കുഞ്ഞാലി ജയിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഒഴിച്ചാൽ ഇങ്ങോട്ടുണ്ടോ നിലമ്പൂർ എവിടെയെങ്കിലും LDF ജയിച്ച് എത്രയുണ്ടായിട്ടുള്ളൂ? 50 കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൽ നിന്ന് മാറിയെന്ന് മത്സരിക്കുന്ന സമയത്ത് അവിടെ ജയിച്ചു എന്നുള്ളത് ശരി. ഇപ്പൊ 50 കിട്ടിയ വോട്ട് ഇടപ്രസിഡന്റ് വോട്ടെടുത്ത് നോക്കി നോക്കുന്നത് അവരെവിടെയാ വിജയം ഉണ്ടായെന്ന് പറയാൻ സാധിക്കുക? പാലക്കാട് കോൺഗ്രസിന്റെ സീറ്റ് ജയിച്ചു തെരഞ്ഞെടുപ്പില്. എന്നാൽ രാധാകൃഷ്ണന്റെ മണ്ഡലം ചേലക്കര മണ്ഡലത്തിൽ ജയിച്ചില്ലല്ലോ. ഇതിനിടയ്ക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം
നമ്മുടെ ഒരു നേരം ലീനയിലേ ഇരിക്കുന്നത് ജയിച്ചല്ല മണ്ഡലം ഉൾപ്പെടെ മെഡിക്കൽ സെന്ററിൽ ആൾക്കാരെ ഇവിടെ കാണുമ്പോൾ സന്തോഷത്തൊന്നുമല്ലേ? കോൺഗ്രസിന് കൂടുതൽ പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി ജയിച്ചവരായി കഴിയുന്ന ഒരു വാർഡിൽ ഒറ്റക്കെട്ടായി മുരിക്കാശ്ശേരി മണ്ഡലം കമ്മിറ്റി ഒരേപോലെ എണ്ണയിട്ട് പോലെ പ്രവർത്തിച്ചപ്പോൾ ആ സീറ്റിൽ വിജയിക്കാമെങ്കിൽ കേരള കോൺഗ്രസിന് ലഭിക്കുന്ന മുഴുവൻ സീറ്റിലും ഈ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചാൽ ജയിക്കാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കിയിൽ ജില്ലയിൽ തമിഴ്നാടുമായി ബന്ധിപ്പിച്ച് റെയിൽവേ ലൈൻ നിർമ്മിക്കണമെന്ന് ഷിജോ തടത്തിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. ആശംസയറിയിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നേർനാക്കുന്നേൽ, അലക്സ് കോഴിമല, KI ആന്റണി, സിബിജൻ തോമസ്, റെജി കുന്നംകോട്ട്, സെലിൻ കുഴിഞ്ഞാലിൽ, ജോമോൻ പൊടിപ്പാറ എന്നിവർ സംസാരിച്ചു. നിരവധി പാർട്ടി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള രാഷ്ട്രീയത്തിലെ അതികായൻ PJ ജോസഫ് MLA 84ന്റെ ചെറുപ്പത്തിൽ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളാണ് പിറന്നാൾ ആശംസകളുമായി പുറപ്പുഴയിലെ ഭവനത്തിൽ എത്തിയത്. കേരള രാഷ്ട്രീയത്തിലെ അതികായൻ കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫ് 84ന്റെ നിറവിൽ 1970 തൊടുപുഴ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തിയ PJ പിന്നീട് ഇതുവരെ നടന്നു തീർത്ത വഴികൾക്ക് സമാനതകളില്ല. തൊടുപുഴ പുറപ്പുഴ വീടിന്റെ ഉമ്മറത്ത് ഇപ്പോഴും ജനങ്ങളുടെ പ്രശ്നം കേട്ട് അതിന് പരിഹാരം കാണാൻ തൊടുപുഴക്കാരുടെ ജോസഫ് സാർ സജീവമാണ്. 84 വയസ്സെന്ന് പറയുമ്പോൾ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു എന്നാണ് പറയുന്നത്. തൊടുപുഴയെ കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയ PJ എന്ന രണ്ടക്ഷരങ്ങൾക്ക് ആ പൂർണ്ണചന്ദ്രന്മാരെക്കാൾ തിളക്കമുണ്ട്. രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ല, കൃഷിയും സംഗീതവുമൊക്കെയായി മണ്ണിൽ വേരാഴ്ത്തിയാണ് പുറപ്പുഴ വയറ്റാട്ടിൽ ജോസഫിന്റെയും അന്നമ്മയുടെയും മകൻ ഔസേപ്പച്ചൻ മലയോര ജനതയുടെ ഹൃദയത്തിലേക്ക് പടർന്നു കയറിയത്. ആ കരുതലിനെ പിന്നീട് തൊടുപുഴക്കാർ PJ എന്നും ജോസഫ് സാർ എന്നും വിളിച്ചു. ഉമ്മൻചാണ്ടി, AK ആന്റണി, പിണറായി വിജയൻ എന്നിവരോടൊപ്പം 1970 PJ ആദ്യമായി തൊടുപുഴയിൽ നിന്ന് നിയമസഭയിലെത്തിയത്. 1977 ആന്റണി മന്ത്രിസഭയിൽ 8 മാസം ആഭ്യന്തരമന്ത്രിയായി. പൊതുമരാമത്ത്, വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, രജിസ്ട്രേഷൻ, ജലവിഭവം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്ത് പിന്നീട് 5 തവണ കൂടി മന്ത്രിസഭയിലെത്തി. 1989 1991 ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. നിയമസഭയിലേക്കുള്ള യാത്രയിൽ 2001 UDF സ്ഥാനാർത്ഥി PT തോമസിനോട് മാത്രമാണ് PJ പരാജയം രുചിച്ചത്. എന്നാൽ അവിടെ നിന്നിങ്ങോട്ട് ഇതുവരെയും തൊടുപുഴ PJയെ കൈവിട്ടില്ല. ജനസേവനത്തിന്റെ 5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും രാഷ്ട്രീയത്തിൽ കുറുക്കുവഴികൾ അറിയില്ലെന്നാണ് PJയുടെ പക്ഷം. രാവും പകലും അടയ്ക്കാത്ത ഗേറ്റാണ് പുറപ്പുഴ വീട്ടിലേത്. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടേക്കെത്താം. ഭാര്യ ശാന്ത മരിച്ചതിൽ പിന്നെ PJയ്ക്ക് ആഘോഷങ്ങൾ പതിവുണ്ടായിരുന്നില്ല. ഇത്തവണ 84ാം പിറന്നാളിനോട് അനുബന്ധിച്ച് PC തോമസ്, മോൻസ് ജോസഫ്, തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K ദീപക്, ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു, കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ തുടങ്ങിയ പ്രമുഖർ ആശംസകളുമായി വീട്ടിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മറയൂർ നെല്ലിപ്പെട്ടിക്കുടിയിൽ റെസ്പോൺസിബിൾ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയും മറയൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസും സംയുക്തമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. റെസ്പോൺസിബിൾ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് ജോസ് വഴുതരപ്പള്ളി പഠനോപകരണ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മറയൂർ SFO രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. റെസ്പോൺസിബിൾ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയും മറയൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസും സംയുക്തമായി മറയൂർ നെല്ലിപ്പെട്ടിക്കുടിയിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. റെസ്പോൺസിബിൾ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സാമൂഹിക പ്രതിബദ്ധതാ പദ്ധതിയുടെ ഭാഗമായി നടത്തിവരുന്ന നിരവധി പദ്ധതികളിൽ ഒന്നാണ് ഇത്. മറയൂർ നെല്ലിപ്പെട്ടിക്കുടി അംഗൻവാടിയിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ റെസ്പോൺസിബിൾ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് ജോസ് വഴുതനപ്പിള്ളി പഠനോപകരണ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മറയൂർ SFO രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ലാലു, ഡയറക്ടർമാരായ നൈസി തോമസ്, അഭിലാഷ് VJ, അലീന തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന് ആവശ്യപ്പെട്ട് പീരുമേട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരിക്കാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് K രാജൻ അധ്യക്ഷത വഹിച്ചു. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീ സീതയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് പീരുമേട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് DYSP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു.
പോകുന്നു, മറ്റു കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ട പോലീസുകാരെ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മാറണം. ഞങ്ങളൊക്കെ കൊടുക്കുന്ന നികുതിപ്പണം, ആ നികുതിപ്പണത്തിൽ നിന്നാണ് നിങ്ങളുടെ തലയിലെ തൊപ്പിയിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ശമ്പളം ഞങ്ങളൊക്കെ തരുന്ന നികുതിപ്പണത്തിൽ നിന്നുള്ള ശമ്പളം വാങ്ങിയാണ്. സീതയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ പോലീസിന് കൈമാറിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജൻ ഡോക്ടർ ആദർശ് സീതയുടെ മരണം കൊലപാതകമാണെന്ന് സംശയം പ്രകടിപ്പിച്ചു. എന്നാൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസ് പറയുന്നത് കാട്ടാനയുടെ ആക്രമണത്തിലാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കൊലപാതകമാണെന്ന സങ്കല്പത്തിലാണ്. ഈ വിഷയത്തിൽ CPIM കപട രാഷ്ട്രീയം കളിക്കുകയാണ്. അധികാരം കയ്യിലിരിക്കുമ്പോഴും തങ്ങൾക്ക് സമരം ചെയ്യാൻ മാത്രമാണ് കഴിയുക എന്നതിലേക്ക് അവർ എത്തിയിരിക്കുന്നു. ഈ വിഷയത്തിൽ സർക്കാർ സീതയുടെ കുടുംബത്തോട് നീതി കാട്ടണമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് K. രാജൻ അധ്യക്ഷത വഹിച്ചു. ഷാഹുൽ ഹമീദ്, ശാന്തി രമേശ്, PK ചന്ദ്രശേഖരൻ, ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, നിക്സൺ ജോർജ്, PK രാജൻ, മനോജ് രാജൻ, മജോ കാരിമുട്ടം, ഹൈദ്രോസ് മീരാൻ, PT വർഗീസ്, PP റഹീം, തമ്പി വരയന്നൂർ, സിദ്ദിഖ്, ഷാരി ബിനുശങ്കർ, KN നജീബ്, G മഹേന്ദ്രൻ, അനീഷ്, CK, രാജു കുടമാളൂർ, ജസ്റ്റിൽ ജോൺ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള കോൺഗ്രസ് പാർട്ടികളുടെ ലയനം നിലവിൽ അജണ്ടയിലില്ലെന്ന് മോൻസ് ജോസഫ്. ലയന സാഹചര്യമില്ലെന്ന് മാണി വിഭാഗം തന്നെ ആവർത്തിക്കുകയാണ്. UDFന്റെ വിപുലീകരണ ലക്ഷ്യമുണ്ട്. ആർക്കെങ്കിലും വരണമെങ്കിൽ അവരാണ് ചർച്ച നടത്തേണ്ടതെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. UDFനെ ശക്തിപ്പെടുത്തുക എന്നതിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. അതിൽ UDF നല്ല ടീം വർക്കോടുകൂടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ പോലെ ഒരു ടീം ലീഡർഷിപ്പ് UDFന്റെ തലത്തിൽ പ്രവർത്തനം നടത്തുന്നു. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നിലമ്പൂർ ഇലക്ഷൻ. തിളക്കമാർന്ന വിജയം ഉണ്ടായിരിക്കുകയാണ്. ആത്മവിശ്വാസത്തോടെ കേരളത്തിൽ ഇന്ന് UDF 100 സീറ്റിലധികം നേടിക്കൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയത്തോടെ കേരളത്തിൻ്റെ ഭരണത്തിലേക്ക് വരുമെന്നുള്ളത് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരമൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ UDFലെ കക്ഷികളെ ശക്തിപ്പെടുത്തുക, UDFന്റെ തരത്തിൽ ജനകീയ അടിത്തറ വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് PJ ജോസഫ് സാറിന് നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് പാർട്ടിയും UDFും ഒക്കെയാണ് അധികാരത്തിൽ വരാൻ കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് KPCC പ്രസിഡന്റ് അടക്കം കേരള കോൺഗ്രസ് വന്നാൽ നല്ലത് എന്ന് പറയുന്നത്? അല്ല, പ്രത്യേകിച്ചൊരു പാർട്ടി എന്നുള്ളതല്ലല്ലോ. UDFനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലുമൊക്കെ പുതുതായി കടന്നു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് UDFന് നല്ലതാണ്, നല്ലതാണ്. പക്ഷേ അതിനിപ്പോൾ പ്രത്യേകിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാലേ UDF അധികാരത്തിൽ വരൂ എന്ന തെറ്റിദ്ധാരണയൊന്നും ആർക്കും വേണ്ട. കാരണം ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങൾ തീരുമാനിച്ചു. ഇപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞ എന്താണ്, LDFന് 3ാമത്തെ ഭരണം കിട്ടും, അതുകൊണ്ട് നിലമ്പൂരിൽ ഇരിക്കുന്നു പറഞ്ഞു. കുറ്റില്ലേ, 3ാമത്തെ ഭരണം ഇല്ലെന്ന് നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമല്ലോ കേരള ജനതയുടെ വിധിയെടുത്താണ്. അപ്പോൾ അത് ലോക്സഭാ ഇലക്ഷനിൽ കേരളം ഒട്ടാകെ ശക്തമായ UDF തരംഗമുണ്ടായി. അത് വീണ്ടും ഇപ്പോൾ തുടരുന്നു എന്നുള്ള നിലവാണ് നിലമ്പൂർ ഇലക്ഷൻ. ആ സാഹചര്യത്തിൽ UDF ശക്തമായ തിരിച്ചുവരവ്, ഒരു കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ തിരിച്ചുവരുമെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ജനകീയ മുന്നേറ്റം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും UDFന് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് വിജയം കൈവരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട്. പിന്നെ UDFനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും കടന്നു വരുമെങ്കിൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ളൂ. അവർ അങ്ങനെ വരാനുള്ളവരാണ് ആദ്യം പറയേണ്ടത്. ഞങ്ങളിതാ UDFിലേക്ക് വരുന്നു. അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി ആരെ ക്ഷണിക്കുന്നില്ല. കേരളത്തിൽ UDFിലേക്ക് ഞങ്ങൾ കടന്നു വരാൻ തയ്യാറാണെന്ന് ഏതെങ്കിലും പാർട്ടി പറഞ്ഞാൽ അന്ന് PJ ജോസഫ് സാറിന്റെ അധ്യക്ഷതയിൽ പാർട്ടി യോഗം ചേർന്ന് വിലയിരുത്തും. അത് നല്ലതാണോ ഇല്ലയോ. ഞാൻ പറയുന്നത് ഇപ്പം അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന വിഷയത്തെക്കുറിച്ചും ആകാശത്ത് നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വെറുതെ നമ്മൾ അഭിപ്രായം പറയുന്നത് എന്തെങ്കിലും തള്ളുന്നില്ല. അല്ല, കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് വ്യക്തമാണ്. UDF ഇപ്പോൾ നിൽക്കുന്ന ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. പുതിയതായി ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരാദ്യം വെളിപ്പെടുത്തട്ടെ. അവർ വെളിപ്പെടുത്തിയാൽ പാർട്ടി എപ്പാലും UDF ആലോചിക്കും. ഞങ്ങളുടെ അഭിപ്രായം UDFിലാണ് പറയണ്ടേ, ഞങ്ങൾ UDF പറയും. ഇപ്പം ഞങ്ങൾക്ക് അതേക്കുറിച്ച് ഗുണത്തിനും ദോഷത്തിനും ഇല്ല. ഞങ്ങൾ UDFിന്റെ നന്മയ്ക്ക് വേണ്ടി കേരള കോൺഗ്രസിന് ഒരു ഉറച്ച നിലപാടുണ്ട്. UDFിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാം. അതിൽ ശക്തമായി ഇപ്പം ലയനത്തിന്റെ ഒന്നും സാധ്യത ഇവിടെ ഇല്ലല്ലോ. ലയനത്തിന്റെ ഒന്നും സാധ്യതകളില്ല. കാരണം അങ്ങനെ ഒരു വിഷയമില്ലെന്ന് ഞങ്ങളല്ല അവർ രണ്ട് മുന്നണിയിൽ നിന്ന് പോകുന്നിടത്ത് ലയനത്തിന് എങ്ങനെ സാധ്യതയിലേക്ക് കേരള കോൺഗ്രസ് വരുവാണെങ്കിൽ രണ്ടായിട്ട് നിൽക്കാൻ തന്നെ അതേക്കുറിച്ച് അവരുടെ അഭിപ്രായം പറയട്ടെ. അവരുടെ അഭിപ്രായം ആദ്യം പറയട്ടെ. അതിന് സാധ്യത ഉണ്ടെങ്കിലല്ലേ കേരള കോൺഗ്രസ് പാർട്ടി ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത്. ഇപ്പൊ അതിന് യാതൊരു രാഷ്ട്രീയ അന്തരീക്ഷവും നമ്മൾ കാണുന്നില്ല. അത് തന്നെയല്ല അവരുടെ വിഷയങ്ങൾക്കകത്ത് ഒരു പ്രസക്തി ഇല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. പെയിന്റിന്റെയും സാനിറ്ററി വെയേഴ്സിന്റെയും അതിവിപുലമായ ശേഖരം ഒരുക്കി ചെട്ടിപ്പറമ്പിൽ സാനിറ്ററി ആൻഡ് പെയിന്റ്സ് തിങ്കളാഴ്ച തൊടുപുഴ മാതാ കോംപ്ലക്സ് ആർക്കടിയിൽ പ്രവർത്തനം ആരംഭിക്കും. 4.5 പതിറ്റാണ്ടിലേറെയായി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന മരീന എന്റർപ്രൈസസിന്റെ സഹോദര സ്ഥാപനമാണ് ചെട്ടിപ്പറമ്പിൽ സാനിറ്ററി ആൻഡ് പെയിന്റ്സ്.
ഇത്രയും നാൾ മരീന എന്റർപ്രൈസിന് നൽകിയ പിന്തുണ പുതിയ സ്ഥാപനത്തിന് നൽകണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 45 വർഷമായി തൊടുപുഴ മാതാ ഷോപ്പിംഗ് ആർക്കേഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മരീന എൻ്റർപ്രൈസസിൻ്റെ സഹോദര സ്ഥാപനം ചെട്ടിപ്പറമ്പിൽ സാനിറ്ററി ആൻഡ് പെയിൻറ്റ്സ് എന്ന സ്ഥാപനം 30-ാം തീയതി തിങ്കളാഴ്ച 10 മണി മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 45 വർഷക്കാലം തൊടുപുഴയിലെയും സമീപ പ്രദേശത്തെയുള്ള നൂറുകണക്കിന് ഉപഭോക്താക്കൾ, ആയിരക്കണക്കിന് ഉപഭോക്താക്കളുടെ സഹകരണം കൊണ്ട് വളർന്ന ഈ സ്ഥാപനത്തിന് പുതിയതായി ആരംഭിക്കുന്ന ആ സ്ഥാപനത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയും പാരിവെയറിൻ്റെ പുതിയ ഷോറൂമിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്തു. മുതലക്കടം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ സൂംബ പരിശീലനത്തിന് തുടക്കമായി. കായികാധ്യാപകൻ ജിമ്മി പരിശീലനത്തിന് നേതൃത്വം നൽകി. സീനിയർ അധ്യാപിക റിബിജ ടോംസിനോടൊപ്പം കുട്ടികൾ സൂംബ പരിശീലനം ആരംഭിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിശീലനത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ജെയിംസ് ജേക്കബ് ആശംസകൾ നേർന്നു. മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ സൂംബ പരിശീലനത്തിന് തുടക്കമായി. കായികാധ്യാപകൻ ജിമ്മി പരിശീലനത്തിന് നേതൃത്വം നൽകി. ആദ്യമൊന്ന് മടിച്ചെങ്കിലും സൂംബ മ്യൂസിക്കിന്റെ ദ്രുതതാളം കുട്ടികൾ പിന്നീട് ഏറ്റെടുത്തു. സീനിയർ അധ്യാപിക റിബിജ ടോംസണിന്റെ ചുവടുകൾക്കൊപ്പം കുട്ടികൾ സൂംബ പരിശീലിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിശീലനത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ജെയിംസ് ജേക്കബ് ആശംസകൾ നേർന്നു. മാനസികവും ശാരീരികവുമായ ഉല്ലാസങ്ങളും ഒത്തുചേരലിന്റെ ആനന്ദവും വിദ്യാർത്ഥികളിൽ പഠനത്തിന്റെ പിരിമുറുക്കങ്ങൾ കുറയ്ക്കാൻ ഗുണകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുതലക്കോടം. PJ ജോസഫ് MLA-യുടെ 84ാം ജന്മദിനത്തിൽ പങ്കുചേർന്ന് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ. പുറപ്പഴിയിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിലെത്തി തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തെരണിയിൽ MLA-യെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് രക്ഷാധികാരി TN പ്രസന്നകുമാറും ജനറൽ സെക്രട്ടറി CK നവാസും ചേർന്ന് മെമന്റോ നൽകി. മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ട്രഷറർ അനിൽ പീടികപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റുമാരായ ജോസ് കളരിക്കൽ, ഷെരീഫ് സർഗം, KP ശിവദാസ്, നാസർ സൈര, സെക്രട്ടറിമാരായ ഷിയാസ് MH, ലിജോൺ സെബാസ്റ്റ്യൻ, ജഗൻ ജോർജ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഇടുക്കി മുനിയറയിൽ ഏലത്തോട്ടത്തിനുള്ളിലെ വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. വീടിന്റെ ജനലുകൾ തകർത്തു. മോട്ടോർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്കും കേടുപാടുകൾ വരുത്തി. മുനിയറ കറുത്തെടുത്ത ബിജുവിന്റെ ഏലത്തോട്ടത്തിലാണ് സംഭവം. ബിജു വെള്ളത്തൂവൽ പോലീസിൽ പരാതി നൽകി.
കഴിഞ്ഞ 8 വർഷമായി ഇടുക്കി മുനിയറ സ്വദേശി കറുത്തെടുത്ത് ബിജു പാട്ടത്തിനെടുത്ത് ഏലം കൃഷി ചെയ്തു വന്നിരുന്ന തോട്ടത്തിലെ വീട്ടിനുള്ളിലാണ് സാമൂഹ്യ വിരുദ്ധർ അതിക്രമം നടത്തിയത്. ചൊവ്വാഴ്ച തോട്ടത്തിലെ പണികൾക്ക് ശേഷം വൈകിട്ട് തിരികെ പോയ ബിജുവും മറ്റ് ജോലിക്കാരും ബുധനാഴ്ച രാവിലെ എത്തിയപ്പോഴാണ് വീട് തുറന്നു കിടക്കുന്ന നിലയിൽ കണ്ടത്. തുടർന്ന് അകത്ത് പരിശോധന നടത്തിയപ്പോഴാണ് ഏലത്തിന് മരുന്നടിക്കുന്നതിനായി വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന മോട്ടറും മറ്റു ഉപകരണങ്ങൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. മോട്ടറിന്റെ ബെൽറ്റും വാൽവും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തകർത്തതായും പെട്രോൾ ടാങ്കിലേക്ക് ഉപ്പ് പോലുള്ള വസ്തുക്കൾ വാരി നിറച്ചതായും കണ്ടെത്തി. കൂടാതെ വീടിന്റെ 2 ജനലുകളും തകർത്തു. വീടിനുള്ളിലെ വൈദ്യുതി ബോർഡുകളും മെയിൻ സ്വിച്ചും ഉൾപ്പെടെയുള്ളവയും തകർത്ത നിലയിലാണ്. ഇത് സംബന്ധിച്ച് വെള്ളത്തോൽ പോലീസിൽ പരാതി നൽകിയതായി ബിജു പറഞ്ഞു. ഞാൻ 9 വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത ഒരു സ്ഥലമായിരുന്നു. 8 വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർഷം കൊണ്ട് എനിക്ക് തീരുന്ന പറമ്പാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ കയറി പൂട്ടിയിട്ടിരുന്ന വീട്ടിൽ കയറി എൻ്റെ മോട്ടർ മൊത്തം നശിപ്പിക്കുകയും ഫ്യൂസ് ഉരുവെച്ച അതെല്ലാം സ്വിച്ച് ബോർഡ് സഹിതം നശിപ്പിക്കുകയും എല്ലാം ചെയ്ത് എൻ്റെ വീട് ജനലും എല്ലാം നശിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇതാരാ എന്താണെന്നൊന്നും അറിയത്തുമില്ല. നമുക്ക് ആരുമായിട്ട് അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളുമില്ല. ഇതിനെക്കുറിച്ച് അധികാരികൾ വെള്ളത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് സമഗ്രമായിട്ടൊരു അന്വേഷണം നടക്കുകയും അതിന് വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 9 വർഷത്തേക്ക് ഏറ്റെടുത്ത പാട്ട കാലാവധി അടുത്ത വർഷം അവസാനിക്കാനിരിക്കെയാണ് കഴിഞ്ഞ ദിവസം അതിക്രമമുണ്ടായത്. 50,000 രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നും അതിക്രമം നടത്തിയവരെ കണ്ടെത്തണമെന്നും ബിജു ആവശ്യപ്പെട്ടു. ദീപിക ബാലസഖ്യം തൊഴിലുറ പ്രവിശ്യ 2ാമത് സാരഥി സംഗമം സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിൽ നടന്നു. തൊഴിലുറ നഗരസഭ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു. സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോർജ് പീച്ചാനിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ദീപിക ബാലസഖ്യം തൊടുപുഴ പ്രവിശ്യ 2ാമത് സാരഥി സംഗമം സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിൽ നടന്നു. തൊടുപുഴ നഗരസഭ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നത് വലിയ അധ്യയന വർഷത്തിലേക്കുള്ള ചുവടുവയ്പില് ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഓരോ വർഷവും പുതിയ കുട്ടികളുമായി അല്ലെങ്കിൽ പുതിയ പാഠ്യപദ്ധതിയൊക്കെ ആയി. സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോർജ് പീച്ചാനിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. ദീപിക ബാലസഖ്യം കൊച്ചേട്ടൻ ഫാദർ റോയി കണ്ണഞ്ചിറ CMI മുഖ്യപ്രഭാഷണം നടത്തി. ലോറിയുടെ കൂടെയുള്ള പ്രോഗ്രാമാണ്. അത് നമ്മൾ വരുന്ന വഴി ഒരു ജില്ലയിൽ 4 ദിവസമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അതിനനുസരിച്ച് അത് ഡിസൈൻ ചെയ്യും. അപ്പോൾ നമ്മുടെ DCL ഓർഗനൈസേഴ്സ്, കോർഡിനേറ്റേഴ്സ്, ഓർഗനൈസേഴ്സ്, ശാഖാ ഡയറക്ടേഴ്സ്, ഒപ്പം സ്കൂൾ തല കിക്ക് ഔട്ട് ബ്രിഗേഡ്സ്, ഇത്രയും പേരിലൂടെയാണ് നമ്മൾ സമൂഹത്തിലേക്ക് ഈ ഒരു മെസ്സേജ് എത്തിക്കുന്നത്. ആർക്കും അറിയത്തില്ലാത്ത കാര്യമല്ല, പക്ഷെ നമ്മൾ അതെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ പവർഫുൾ ആയിട്ട്. തൊടുപുഴ പ്രവിശ്യ കോർഡിനേറ്റർ റോയി ജെ കല്ലറങ്ങാട്ട് പ്രവർത്തന വർഷ രൂപരേഖ അവതരിപ്പിച്ചു. DCL കായികവേദി സംസ്ഥാന ഡയറക്ടർ ജെയ്സൺ ജോസഫ്, തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ ഹെഡ്മാസ്റ്റർ ഷിൻഡോ ജോർജ്, സിസ്റ്റർ ആൽഫി നെല്ലിക്കുന്നേൽ എന്നിവർ സംസാരിച്ചു. തൊടുപുഴ മേഖലാ ഓർഗനൈസർ AB ജോർജ് സ്വാഗതവും മൂവാറ്റുപുഴ മേഖലാ ഓർഗനൈസർ ജോമോൻ ജോസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ താലൂക്ക് സാമൂഹ്യക്ഷേമ സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസ് മന്ദിരം 30-ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത രീതിയിൽ ഭൂനിയമ ഭേദഗതിക്ക് അടിയന്തരമായി ചട്ടങ്ങൾ ഉണ്ടാകണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് M ഇടുക്കി നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ നടന്നു. വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവർത്തക കൺവെൻഷൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരള രാഷ്ട്രീയത്തിലെ അതികായകൻ PJ ജോസഫ് MLA 84-ന്റെ ചെറുപ്പത്തിൽ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളാണ് പിറന്നാൾ ആശംസയുമായി പുറപ്പുഴയിലെ ഭവനത്തിൽ എത്തിയത്. കേരള കോൺഗ്രസ് പാർട്ടികളുടെ ലയനം നിലവിൽ അജണ്ടയിൽ ഇല്ലെന്ന് മോൻസ് ജോസഫ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.